നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അസർബൈജാൻ വിമാനം പൊട്ടിച്ചിതറിയതിന്റെ നടുക്കം മാറും മുൻപേ മറ്റൊരു വിമാന അപകടവും സംഭവിച്ചിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയിൽ ലാൻഡിങ്ങിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി സുരക്ഷാ വേലിയിലിടിച്ച് തീഗോളമായി. മരണസംഖ്യ ഉയരുകയാണ്. ഇന്ന് രാവിലെ മരണസംഖ്യ 28 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ 85 പേരുടെ മരണം സ്ഥിരീകരിച്ചു. രക്ഷാപ്രവർത്തനം നടന്നുവരികയാണ്. വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ രക്ഷപ്പെടൂ എന്നാണ് ഉയരുന്ന നിഗമനം. ഇന്ത്യക്കാർ ആരും ആ വിമാനത്തിലുണ്ടായിരുന്നില്ല. ബാങ്കോക്കിൽ നിന്ന് 181 പേരുമായി സഞ്ചരിച്ച ജെജു എയർ വിമാനമാണ് ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത്. 179 പേർ മരിച്ചുവെന്നും അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്ന് 2 പേരെ ജീവനോടെ പുറത്തെടുത്തു. ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. കൊറിയൻ ഹെറാൾഡാണ് മരണം 179 ആയേക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തത്. 175 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രാദേശിക സമയം രാവിലെ 9:07 അപകടം. തായ്ലാന്റിലെ ബാങ്കോക്കിൽ നിന്ന് പുറപ്പെട്ട വിമാനം തെക്ക് പടിഞ്ഞാറൻ തീരദേശ വിമാനത്താവളമായ മുവാനിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം സുരക്ഷാ വേലിയിൽ ഇടിച്ചു കത്തി. വിമാനത്തിലെ 175 യാത്രക്കാരിൽ 173 പേർ ദക്ഷിണ കൊറിയൻ പൗരന്മാരും 2 പേർ തായ്ലാന്റ് സ്വദേശികളുമാണെന്നും അധികൃതർ അറിയിച്ചു. വിമാനത്തിന്റെ ലാൻഡിങ്ങിന് പ്രശ്നം സൃഷ്ടിച്ച കാരണം എന്താണെന്ന് ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിന് തകരാർ സംഭവിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദൃശ്യങ്ങൾ നൽകുന്ന സൂചനകളും വിരൽ ചൂണ്ടുന്നതും ലാൻഡിംഗ് ഗിയർ തകരാറിലേക്കാണ്. പക്ഷിയിടിച്ചാണ് അപകടമെന്ന വിലയിരുത്തലുമുണ്ട്. എന്നാൽ ദക്ഷിണ കൊറിയ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. ദക്ഷിണ കൊറിയയുടെ ആകാശ പരിധിയിലേക്ക് കടക്കും വരെ വിമാനത്തിൽ നിന്നും അപകട സൂചനകൾ കിട്ടിയില്ലെന്നും റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അട്ടിമറി ശ്രമം തിരിച്ചറിയാൻ വിശദ അന്വേഷണം അനിവാര്യതയാണ്. മരണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അട്ടിമറി സാധ്യത സംശയിക്കുന്നുണ്ട്. തായ്ലാന്റിൽ നിന്ന് 181 യാത്രക്കാരുമായി എത്തിയ മുവാൻ വിമാനത്താവളത്തിലെത്തിയ ജെജു എയർലൈൻസിന്റെ വിമാനമാണ് ലാൻഡ് ചെയ്യുന്നതിനിടെ തകർന്നത്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ അപകട കാരണം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമുള്ള ഒന്നായി മാറും. സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ചിത്രങ്ങളിലും വീഡിയോകളിലും കാണുന്നത് പ്രകാരം വിമാനം ലാൻഡിങ്ങിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ശക്തമായ പുകയും തീയും ഉയർന്നതോടെ വിമാനത്തെ അഗ്നിഗോളം വിഴുങ്ങുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു വിമാന ദുരന്തവും ലോകത്തെ നടുക്കിയിരുന്നു. അന്ന് 38 പേരാണ് കൊല്ലപ്പെട്ടത്. അസർബൈജാൻ തലസ്ഥാനമായ ബാക്കൂക്കിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട വിമാനം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് കസാക്കിസ്ഥാനിലേക്ക് വഴി തിരിച്ചുവിടുകയായിരുന്നു. ആ വിമാനത്തെ പക്ഷിക്കൂട്ടം ഇടിച്ചെന്ന് വരുത്താനായിരുന്നു ശ്രമം. എന്നാൽ റഷ്യ വെടിവെച്ചിട്ടു എന്നാണ് അസർബൈജാൻ ആരോപിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ദക്ഷിണ കൊറിയയിലെ അപകടവും സംഭവിക്കുന്നത്. ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും 2 ധ്രുവങ്ങളിലാണ്. ഒരുപാട് കാലമായി ഈ ശത്രുത നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള പല പ്രവൃത്തികളും ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും നടത്തുന്നുണ്ട്. റഷ്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. റഷ്യയും ഉത്തര കൊറിയയും ശത്രുക്കൾക്കെതിരെ ഒരുമിച്ച് നീങ്ങാറുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദക്ഷിണ കൊറിയയിലെ വിമാനം തകർന്നു വീഴലും പലവിധ സംശയം നൽകുന്നത്. അസർബൈജാൻ വിമാന ദുരന്തത്തിന് സമാനമാണ് മുവാനിലേതും. അസർബൈജാൻ വിമാനം അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടിയിരുന്നു. തൊട്ടു പിന്നാലെ തകർന്നു വീണ് കത്തിയമരുകയായിരുന്നു. ഡാഗസ്താൻ റിപ്പബ്ലിക്കിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. തകർന്നു വീണ ആ വിമാനത്തിന്റെ ഇന്ധന ടാങ്കിൽ കണ്ടെത്തിയ ദ്വാരങ്ങൾ വിമാനം വെടിവെച്ചിട്ടതാണോ എന്ന സംശയത്തിന് കാരണമായി മാറുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അസർബൈജാൻ എയർലൈൻസ് വിമാനം തകർന്ന് 38 പേർ മരിച്ച സംഭവത്തിൽ അസർബൈജാനോട് ക്ഷമാപണം നടത്തിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. ദാരുണ സംഭവമെന്നാണ് പുടിൻ സംഭവത്തെ വിശേഷിപ്പിച്ചത്. അസർബൈജാൻ പ്രസിഡന്റുമായി പുടിൻ ഫോണിൽ സംസാരിച്ചുവെന്നും റഷ്യ വ്യക്തമാക്കി. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനമാണ് വിമാനം തകരാൻ കാരണമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് ക്ഷമാപണം നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. ക്ഷമാപണം നടത്തിയെങ്കിലും അപകടത്തിന് റഷ്യയാണ് ഉത്തരവാദിയെന്നും പുടിൻ പറഞ്ഞിട്ടില്ല. റഷ്യയുടെ വ്യോമ മേഖലയിൽ അപകടം നടന്നതിനാലാണ് ക്ഷമ ചോദിച്ചതെന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത്. ഏതായാലും ദിവസങ്ങളുടെ മാത്രം വ്യത്യാസത്തിൽ സംഭവിച്ച ഈ 2 അപകടങ്ങളുടെയും കാരണം വിശദമായി അന്വേഷിച്ചേ മതിയാവൂ. 2 അപകടത്തിന്റെയും വ്യാപ്തിയും വളരെ വലുതാണ്. ഏതായാലും അതത് ഭരണകൂടങ്ങൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്.